ആ അപ്പൊ ഒരു മെട്രിക്സ് എന്താ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് എ എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അത്രയല്ലേ പറഞ്ഞത്? ഇനി അടുത്തൊരു തിയറി ഇരിക്കേ. If A be any given square matrix of order n, if A be any given square matrix of order n, then A into adjoint of A equal to adjoint of A into A equal to determinant of A into I. തിയറം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു തിയറം. If A and B are square matrix of same order, if A and B are square matrix of same order, then determinant of AB is equal to determinant of A into determinant of B. എഴുതിയായിരുന്നോ? സാരല്ല, ഒന്നുകൂടെ എഴുതിക്കും. അടുത്തതിന്റെ തിയറി നിങ്ങൾക്ക് പഠിപ്പിച്ചായിരുന്ന ക്ലാസ്സിൽ? A square matrix A is invertible if and only if A is non singular. പ്രൂഫ് പഠിപ്പിച്ചാ? നിനക്ക് പ്രൂഫ് പഠിപ്പിച്ചിട്ടില്ല അല്ലെ? അപ്പൊ അത് പ്രൂഫ് പഠിക്കണ്ട. ഓക്കെ. അടുത്തത് A square matrix A is invertible. അതും എഴുതിയായിരുന്ന നമ്മള്? A square matrix A is invertible if and only if A is non singular matrix. എഴുതിയായിരുന്ന? അതിന്റെ അർത്ഥം എന്താ? ഒരു മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. തിരിച്ചെന്താ? തിരിച്ചും അങ്ങനെ തന്നെ. അതായത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും? ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കും. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഒരു പാർട്ട് ശരിയാണെങ്കിൽ മറ്റേതും ശരിയായിരിക്കും, തിരിച്ച് അങ്ങോട്ടേക്കും ശരിയായിരിക്കും. അപ്പൊ അത് പ്രൂഫില്ലെന്നല്ലേ പറഞ്ഞ നിങ്ങള്? പ്രൂഫില്ലല്ലോ. അപ്പൊ അതിന് നമ്മൾ പഠിക്കാനാണ് ഇൻവേഴ്സ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു. പഠിച്ചായിരുന്നു അത്? അതൊന്ന് എഴുതി എടുത്തേക്കട്ടെ. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 by determinant of A into adjoint of A. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾക്ക് കണ്ടുപിടിക്കാം. 1 by എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അതായത് മെട്രിക്സിന്റെ എന്ത് ചെയ്യണം? നമ്മള് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. Find the inverse of each of the matrix. അപ്പൊ ഈ മെട്രിക്സിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എങ്ങനാ? യൂസിങ് ദിസ് ഫോർമുല കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ആദ്യം നിങ്ങൾ ഡിറ്റർമിനന്റ് ആദ്യം കണ്ടുപിടിക്കാം കേട്ടാ.
ഡിറ്റർമിനന്റ് ഓഫ് എ എത്ര കിട്ടി? കിട്ടിയാ? ഡിറ്റർമിനന്റ് ഓഫ് എ കിട്ടിയാ? എത്ര കിട്ടി? 14. ആ, ഇനി അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്ക്. ഈ 2/2 മെട്രിക്സ് ആണെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ആ ചേഞ്ച് ഇന്റർചേഞ്ച് ചെയ്യാം, മറ്റേന്റെ സൈൻ ചെയ്യാം. അപ്പൊ അഡ്ജോയിന്റ് ഓഫ് എ എത്ര കിട്ടി ഞങ്ങക്ക്? അഡ്ജോയിന്റ് ഓഫ് എ എത്ര കിട്ടിയാ? 3 - 4 2. പിന്നെന്താ 2 ആണോ? 3 ഇവിടെ -4 ഇതും 2 അല്ലേ? അപ്പൊ ഇന്നൊക്കെ അഡ്ജോയിന്റ് ഓഫ് എ കിട്ടും. അപ്പൊ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ അഡ്ജോയിന്റ് ഓഫ് എ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? ഓരോ എലമെന്റ്സിനെ നമ്മുടെ ഡിറ്റർമിനന്റ് 1 ആ ഈ 14 വെച്ചിട്ട് ആ which is equal to 1/14 into അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തോട്ടെ ഈ 14. എന്താ സംശയം? ആ വേണമെങ്കിൽ കട്ട് ചെയ്ത് പോകണാണെങ്കിൽ കട്ട് ചെയ്ത് വെച്ചു. എന്ത് പറ്റി? എന്താ പടി ഉണ്ടാകും അകത്തോട്ട് എടുക്കാൻ? ഇല്ല. അപ്പൊ ഇതിന്റെ ഒരു മാർക്ക് പോകും. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് ഇതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ. അടുത്ത മെട്രിക്സ് ആ കുഴപ്പമില്ല. അടുത്തത് -1 5 -3 2 -1 5 -3 2. അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കട്ടാ. എത്ര ഡിറ്റർമിനന്റ് ഓഫ് എ? 30. എല്ലാവർക്കും 30 അല്ലേ കിട്ടിയ? ഫൈനൽ ആൻസർ എത്ര കിട്ടി? ഇത് 1/13 അല്ലേ? അല്ല വെറുതെ 13 വെറുതെ 13 അല്ലേ? ഇതിന്റെ അഡ്ജോയിന്റ് ഓഫ് എ ഇനി അടുത്തത് 3/3 മെട്രിക്സ് ആണ് കേട്ടോ. അതിൽ കുറച്ച് പണിയുണ്ട് കേട്ടാ. ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ
എക്സൈസ് 4.4 അതിൽ 7th ക്വസ്റ്റ്യൻ കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ആ ടെക്സ്റ്റ് എടുത്തോടാ. 7th ഇല്ലെന്നാ? ആ ഞാൻ ക്വസ്റ്റ്യൻ എഴുതരാവേ. ഞാൻ ബോർഡിൽ എഴുതരാം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണേ. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോ എപ്പോഴും ഫസ്റ്റ് റോ വെച്ചിട്ട് ഈ ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യേ. 0 കൂടുതലുള്ള വെച്ചിട്ട് കണ്ടുപിടിക്കേ. ഡിറ്റർമിനന്റ് ഓഫ് എ 30 6 ആ 10. കിട്ടിയാ ലാസ്റ്റ് ബെഞ്ച് കിട്ടിയാ? ഇതാണോ? Adjust.
ഇതാണ് ആൻസർ കിട്ടിയ എല്ലാവർക്കും. അടുത്തത് 13th ക്വസ്റ്റ്യൻ കേട്ടോ. അതിൽ എത്രയാണെന്ന് എനിക്കറിയില്ല. a square minus 5a plus 7i is equal to 0. Hence find a inverse. നിങ്ങള് ഇത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാ? ആരാ മാർക്കാ? ഇനി നമ്മള് മൊത്തം ഇക്വേഷനെ എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എങ്ങനെയാകും? ഈ എ സ്ക്വയർ എന്ന് പറയുന്നത് അതിന്റെ അകത്തൊരു എ ഉണ്ടല്ലോ. എ സ്ക്വയർ നമുക്ക് എ ഇൻറ്റു എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇതെന്താവും? എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്താ? ഐ. മൊത്തം ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പൊ ഇതെന്തായി മാറണേ? ഐ. ഇതെന്താവും? 5 ഇൻറ്റു ഐ. അതന്നെ. മറ്റേതാ 7 എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്താ? എ ഇൻവേഴ്സ്. ഇതാ എ മൈനസ് 5 ഐ പ്ലസ് 7 എ ഇൻവേഴ്സ്. ഇനി എല്ലാ സാധനങ്ങളും അപ്പുറത്തേക്ക് കൊണ്ടുപോവാം.
ഇത് കണ്ടുപിടിക്കാം കേട്ടോ. എ ഇൻവേഴ്സ് ഇവിടെ കണ്ടില്ല ഒരെണ്ണം. അപ്പൊ എ ഇൻവേഴ്സ് ഈക്വൽ ടു കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ടേംസിനെല്ലാം അപ്പുറത്തേക്ക് എടുക്കണം. 7a inverse is equal to a plus 5y അല്ലെങ്കിൽ 5y മൈനസ് a. എനിക്കെന്താ മനസ്സിലാവാതെ? കിട്ടിയോ? എത്ര കിട്ടി? എല്ലാവർക്കും അത് തന്നെയല്ലേ കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11 കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11. 1 0 0 0 cos alpha sin alpha 0 sin alpha minus cos alpha. ആദ്യം തന്നെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചേ. കിട്ടിയാ? ഇയാൾക്ക് കിട്ടിയത്? ഈ രണ്ട് ചാപ്റ്ററും കൂടി എക്സാം ഒരുമിച്ചായിരിക്കും കേട്ടോ. എന്താ ഞാൻ പറയാനില്ല എന്നാന്ന്. വെക്കേഷൻ കഴിഞ്ഞിട്ടാ. വെക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ആകെ ഹറിബറി ആയിരിക്കും. ക്ലാസ് തുടങ്ങും, സ്പെഷ്യൽ ക്ലാസ് തുടങ്ങും. എത്ര കിട്ടി? ഡിറ്റർമിനന്റ് ഓഫ് എ -1 കിട്ടിയാ?
ഏതാ ഇത് വെച്ചിട്ടുണ്ട് പഠിച്ചാൽ മതി. ആ ആദ്യത്തെ എലമെന്റ് A11 എടുക്കാം, അതുള്ള റോയും കോളം എന്ത് ചെയ്യാ മാറ്റിയിട്ട് ബാക്കിയുള്ളതിന്റെ സൈൻ മാറിപ്പോരുതട്ടെ. A11 ആവുമ്പോ എന്ത് സൈൻ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ്? പോസിറ്റീവ്. A11 സൈൻ മാറിപ്പോരുതേ. ആ അതിന്റെ സഫിക്സ് A11 അല്ലടാ 1+1 2 അതെന്താ 1 അങ്ങനെ ആലോചിക്കട്ടെ. സഫിക്സ് ആഡ് ചെയ്തിട്ട് പവർ -1 പവർ കൊടുത്താൽ മതി. A11 എത്ര കിട്ടി? -1 A12 130 A21 0 minus cos alpha 323 minus sin alpha 31 0 32 minus sin alpha 33 cos alpha. A inverse A തന്നെയാണ്. A ഇൻവേഴ്സ് ഇനി ഇട്ട് കൊടുത്താ ഫോർമുലയിലോട്ട് ഇട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്താൽ മതി. ആ മൈനസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോ ഏത് തന്നെയാണ് കിട്ടുന്നത് നിങ്ങക്ക്? നീ എന്താ ചെയ്യാണ്ട് തന്നെ നീ അവൻ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ എഴുതിയാ ചെയ്ത? അതെങ്ങനെ? ഓഹോ നീ പറയണ സ്പീഡിൽ തന്നെ അവൻ അത് എഴുതി അവിടെ. ആ അത് A11 എടുത്തേ. A11 ഏതാ? ഇതല്ലേ? ഇതിനെന്ത് വരും? cos സ്ക്വയർ minus cos സ്ക്വയർ ആൽഫ minus sin സ്ക്വയർ ആൽഫ. എഴുത്. മൈനസ് പുറത്തെടുക്കാതെ മൈനസ്. അതുപോലെ A12 കണ്ടുപിടിക്കുക. A12 എന്താ? 0 ഇൻറ്റു അല്ലേ? അപ്പൊ 0 ഇൻറ്റു വരുമ്പോ എന്തായിരിക്കും ആൻസർ? 0 തന്നെയല്ലേ വരുള്ളൂ. അതുപോലെ ഒരു കണ്ടുപിടിക്കും. വെക്ടർ എങ്ങനെ ഉണ്ടടാ തുടങ്ങിയിട്ട്? ആരടാ?
കിട്ടിയാ? കിട്ടിയാടാ? യൂണിറ്റ് വെക്ടർസ് അല്ലേ? സോ ഇപ്പോഴ് ഫസ്റ്റ് ചോദിച്ചായിരുന്നു ഫൈൻഡ് ദി യൂണിറ്റ് വെക്ടർ അക്രോസ് ദാറ്റ് വെക്ടർ. ഐജെക്ക് എഴുതാൻ പറ്റാത്ത കാരണം ഐജെക്കെയാ? എന്താ വെക്ടേഴ്സ് പാർട്ട് 2 നിങ്ങൾക്ക് എന്താ ആദ്യം എടുക്കണം? ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ അതിന് ഫസ്റ്റ് പാർട്ട്. ആ ടെക്സ്റ്റ് ഉണ്ടോ കയ്യില്? അപ്പൊ ഞാനിവിടെ എന്താ എടുക്കണ്ട ഫസ്റ്റ്? അവിടെ ഇവർക്ക് വെക്ടർ, ഇവർക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഏതാ? ഇക്വാലൻസ്. ആ സിമെട്രിക് അതുണ്ട്, ഇനി വരുന്നുണ്ടത്. എത്ര കിട്ടി ഫൈനൽ ആൻസർ? 100. ഏതന്നെയല്ലേ കിട്ടിയത്? ഇനി അടുത്ത സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് കേട്ടോ അടുത്തത്. അടുത്തതായിരിക്കും ഹെഡിങ് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. അതായത് ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കാടാ? ആ ഇൻവേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലീനിയർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് 3 ഇക്വേഷൻസ് സോൾവ് ചെയ്യാനൊക്കെ പറയാറില്ലേ? നിങ്ങൾ എന്താ ചെയ്യണം? അത് തന്നെ. അതായത് 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഇക്വേഷൻസ് ആഡ് ചെയ്യും, ചിലപ്പോ സബ്സ്ട്രാക്ട് ചെയ്യും, എന്നിട്ടല്ലേ ഫൈൻഡ് ചെയ്യണ ആൻസർ. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം കേട്ടാ. അതാണ് പറയണത്. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് a1x plus b1y plus c1z is equal to d1. മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഇവിടെ. ഇവിടെ a1ഉം b1ഉം c1 ഒക്കെ എന്തായിരിക്കും അപ്പൊ വാല്യൂ? അത് ഏതൊക്കെ ടൈം വരാം? 2, 3, 4 എക്സെട്ര ആ നമ്പേഴ്സ് ആയിരിക്കും ഇത്. ഈ എക്സും വൈയും സെറ്റ് എന്താ? വേരിയബിൾസ് ആയിരിക്കുള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾക്ക് ഇതിനെ ആദ്യം മെട്രിക്സ് ആക്കി എഴുതണം. അപ്പൊ a1 b1 c1 a1 a2 a3 നമ്മൾ ഒരു കോളം ഒക്കെ എഴുതണേ. a1 a2 a3 അതായത് എക്സിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോളം വെക്കും. അതുപോലെ വൈയുടെ കോഎഫിഷ്യന്റ് ഒരു കോളം, ഇസഡിന്റെ കോഎഫിഷ്യന്റ് ഒരു കോളം. b1 b2 b3 c1 c2 c3. അടുത്ത കോളത്തിൽ നമ്മൾ വേരിയബിൾസ് എഴുതാം. വേരിയബിൾസ് ഏതൊക്കെ ഇവിടെ യൂസ് ചെയ്തേക്കണം? എക്സും വൈയും ഇസഡും. വേറെ ഉണ്ടോ വേരിയബിള്? അപ്പൊ അത് കോളം ആക്കി തന്നെ എഴുതണേ. വിച്ച് ഇസ് ഈക്വൽ ടു d1 ഈക്വൽ ടു വേണം നമ്മൾ എന്ത് ചെയ്യാ? d1 d2 d3 എഴുതാം. അപ്പൊ ഈ ഒരു മെട്രിക്സിനെ ഞാൻ എന്തെന്ന് കൺസിഡർ ചെയ്ത് എ ആക്കി. ഇതിന്റെ പേരെന്താ? എ. ഇത് ക്യാപിറ്റൽ എക്സ് ആയിരിക്കോ? ഇതെന്താ? ബി. അപ്പൊ ഇതിപ്പോ എങ്ങനെയായി ഇക്വേഷൻ നമ്മൾ എഴുതിയ? അപ്പൊ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലല്ലേ നമ്മൾ എഴുതി വെച്ചേക്കണം ഇപ്പൊ. ഇനി ഇതിനെ എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ രണ്ട് സൈഡും. എ ഇൻവേഴ്സ് വെച്ച് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താവും? ഇവിടെ എന്ത് വരും? എ ഇൻവേഴ്സ്.
അപ്പൊ എന്താവും എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്താടാ ഐ. അപ്പൊ ഐ എന്താ ഐ ഇൻറ്റു എക്സ്. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി എന്ന് വെച്ചാൽ എന്താ എക്സ് എന്ന് പറയണത് എന്തായിരിക്കും എക്സ് മെട്രിക്സ് ഏതാ ഇതല്ലേ. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ എ ഇൻവേഴ്സ് ഇൻറ്റു ബിനോട് ഈക്വലാ. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണത്. അതേ മൾട്ടിപ്ലൈഡ് ബൈ ബി, അതായത് ബി എന്താ ഇത്. അപ്പൊ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആണ് നമ്മളുടെ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. വെറുതെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണല്ലേ, എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ശരിയാവട്ടെ നിങ്ങൾക്ക്. അടുത്ത എഴുതിക്കേ സോൾവ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇത് എഴുതിയെടുത്തായിരുന്ന ഈ സൈഡിലുള്ള സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പൊ ആദ്യം തന്നെ മെട്രിക്സ് എ എന്താണ്, എക്സ് എന്താണ്, ബി എന്താണെന്നൊക്കെ ആദ്യം ഒന്ന് എടുത്ത് എഴുതിക്കേ. ഇവിടെ എന്താണ് മെട്രിക്സ് എ ലാസ്റ്റ് പറഞ്ഞ മെട്രിക്സ് എ ഏതായിരിക്കും 2 5 3 2. അടുത്തത് വരാം എക്സ് എന്താ ഇവിടെ എക്സ് വൈ. ബി എന്താ ഏതാ അയ്യോ സോറി എക്സ് ഇസഡ് ഇല്ലല്ലോ ഇവിടെ ഇല്ല, അതെടുക്കണ്ട. നിങ്ങൾ 0 എടുത്തായിരുന്നോ. ബി എന്താ 1 7 അല്ലേ. അപ്പൊ നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അത് എഴുതാനോട്ടെ നിങ്ങൾ. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് എഴുതണം, എന്നിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ചില പണ്ടന്മാരെ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും ബീനെ കേട്ടോ. ഇനി എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. എഴുതുന്ന പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. എ ഇൻവേഴ്സ് ഫസ്റ്റ് എഴുതണോട്ടെ, എന്നിട്ട് വേണം ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കേട്ടോ. ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. 2 by 2 മെട്രിക്സ് അല്ലേ. അഡ്ജോയിന്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പിന്നെ എന്ത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എത്ര പാട്. ഇൻവേഴ്സ് എത്ര കിട്ടിയത് 1/11 into -2 5 3 -2. -11. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത് നമ്മൾ എ ഇൻവേഴ്സ് ഇൻറ്റു ബി അല്ലേ, -1/11 പുറത്തു കിടക്കട്ടെ, ബാക്കി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അകത്തോട്ട് എടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് അകത്തോട്ട് എടുത്താൽ മതിയേ. x3y minus 3 5 minus കഴിഞ്ഞ ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. ഫൈനൽ ആൻസർ എത്ര കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും? എക്സ് എത്ര കിട്ടി 3, y ഈക്വൽ ടു 1 -1 എവിടെയെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോ?
സ്വാഭാവിക സ്വാഭാവികം സാധാരണയായിട്ട് നടക്കണ ഒരു സംഭവം എന്താ എന്താടാ ഇവൻ എന്തേലും പറയുന്നുണ്ടാവും സ്വാഭാവികം ഇവനല്ലേ ആ സ്വാഭാവികം എന്ന് പറഞ്ഞാൽ സാധാരണ നടക്കുന്ന സംഭവമല്ലേ അപ്പൊ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ അപ്പുറത്തുള്ള +1കാരാണോ? 10th ആണ്. 10th നീ ഇവിടെ തന്നെ ഉണ്ടോ? 10th നിങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നോ? നിങ്ങൾക്ക് ജൂണിലല്ലേ ക്ലാസ്? മെയ് ലാസ്റ്റ്. നിങ്ങൾക്കോ? 4. അടുത്തത് ഏത് ചാപ്റ്റർ എടുക്കണ്ടപ്പോ? നിങ്ങൾക്ക് ഏതാ? റിലേഷൻ തുടങ്ങിയത്.
1 2 minus 2. കിട്ടിയാടാ? ഇത് അമ്പലത്തിന്റെ പൂച്ച കിട്ടിയതാണോ? ഇത് കയ്യില് കിട്ടിയേക്കണത് എന്തെന്ത് എങ്ങനെയുണ്ട് 12th തുടങ്ങിയിട്ട്? ഭ്രാന്ത് പിടിക്കേണ്ടത് അതൊക്കെ കുഴപ്പമില്ലല്ലേ? ഉറക്കം കിട്ടിയ അത് ഉറക്കം നിനക്കൊക്കെ ജൂണിലും ജൂലൈയിലൊക്കെ കിട്ടൂടെ നല്ലോണം? ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ കിട്ടിക്കോളും. അതാ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ട് തീർന്നെന്ന്. അങ്ങനെയല്ല, ഇനി കോളേജിൽ കിടക്കണ. കഴിഞ്ഞ ചെയ്താ നിങ്ങക്ക് എക്സ്പെരിമെന്റ് ഒക്കെ കാണിച്ചു തരാറുണ്ടോ ഇത് വെച്ചിട്ട്? ലെൻസ് ഇല്ല അല്ലേ? എന്താടാ? ആ പിന്നെ എന്തിനാ ഇതൊക്കെ എടുത്ത് വെച്ചാ? ആണോ? അതല്ല ഇവിടെ പഠിപ്പിച്ച അതിന് ഈ പ്രാവശ്യം സോൾട്ട് അനാലിസിസ് തന്നെ അല്ലേ നിങ്ങക്ക്? അത് തന്നെയല്ലേ സെയിം? ടൈട്രേഷൻ എന്താ വ്യത്യാസം? അതെന്താ ചൂടാക്കി എന്ത് ചെയ്യണമെന്നാണ് പ്ലസ് ടു? അല്ലടാ, സോൾട്ട് എടുത്തിട്ട് എന്ത് ചൂടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യണം. അതാ ഞാൻ പറഞ്ഞ ചിലത് ആ ബാംഗിൾസ് ഒക്കെ കണ്ടായിരുന്ന ഫോം ചെയ്തത് റിങ്. എന്താടാ? നിങ്ങൾക്ക് ഇതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ടേ? ഫൈൻ? ഞാൻ ഫസ്റ്റ് ദിവസം പ്രാക്ടിക്കൽ ഞാൻ ബ്യൂറേറ്റ് എടുത്തോണ്ടിരിക്കുക വലിയ സംഭവം. അതിന്റെ മുമ്പ് കോണിക്കൽ ഫ്ലാസ്ക് അറിയാതെ പൊട്ടിട്ട് എന്നിട്ട് ഞാൻ അപ്പുറത്തെ എല്ലാത്ത റൂമിൽ പോയി ടൈറ്റേഷൻ എടുക്കുമ്പോ സാധനം കാത്തിരുന്ന താഴെ എന്റെ എനിക്ക് പൊട്ടി. പക്ഷെ ആര് പറഞ്ഞില്ല, മിസ്സിനോടും പറഞ്ഞിട്ട് എന്റെ പൈസ വീഡിയോ കാണണം. ഒരെണ്ണത്തിന് എത്ര വരും പൈസ? എത്ര കൊടുക്കണം? അത്രേ ഉള്ളൂ. കിട്ടിയ ആൻസർ കണ്ടുപിടിച്ചാ? One, two, three answer. X equal to 1, Y equal to 2, Z equal to 3. കഴിഞ്ഞ എല്ലാവരുടെയും കഴിഞ്ഞ ലാസ്റ്റ് കഴിഞ്ഞ -1 -5 -1 -8 -6 9 -10 1 7. ശരിയല്ലേ? ഡയറക്ട്ലി
വെള്ളം കുടിച്ചിട്ട് വരട്ടെ ഒരു മിനിറ്റ്. പണ്ടത്തെ കിട്ടിയാടാ? ഒച്ച ഉണ്ടാക്കല്ലേ, പതിയെ പറ. നീയൊക്കെ പറയണ വീഡിയോയിലൊക്കെ കേൾക്കും. കിട്ടിയാ? ഇതൊക്കെ പറഞ്ഞു കൊച്ചുകൾ സഹായിക്കും. കൊച്ചിനെ സഹായിക്കാം. ഏതാ കൊച്ച്? 2 2 minus 6 2 2 3 1 3 1 minus 1 3 2 9 3 3 7 അത്രേ ഉള്ളൂ. ഇവിടെ എന്നിട്ട് ഭയങ്കര ചൂട്. കഴിഞ്ഞാ? എഴുതണോ? ബോർഡിൽ എഴുതണോ? ഇപ്പൊ നമ്മൾക്ക് കഴിഞ്ഞാ? ക്വസ്റ്റ്യൻ എടുത്തടാ, കഥ പിന്നെ പറയാം.
ഇവിടെ നിങ്ങളുണ്ടല്ലോ തന്നെ ഇക്വേഷൻസ് കൺസ്ട്രക്ട് ചെയ്യണം, എന്നിട്ട് വേണം സോൾവ് ചെയ്യാൻ. അപ്പൊ ചോദിക്കട്ടെ, നീ പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരിക്കും? ദ സം ഓഫ് 3 നമ്പർ ഈസ് 6. എങ്ങനെ വരും ഇക്വേഷൻ? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 6. അപ്പൊ ഫസ്റ്റത്തെ ഇനിക്വാളിറ്റി കിട്ടി നമുക്ക്. രണ്ടാമത്തെ പറഞ്ഞടാ എന്താണ്? ഇഫ് യു മൾട്ടിപ്ലൈ തേർഡ് നമ്പർ ബൈ 3 ആൻഡ് ആഡ് സെക്കൻഡ് നമ്പർ, അപ്പൊ എങ്ങനെ വരും? 3z പ്ലസ് y ഈക്വൽ ടു അരുന്നത് പറഞ്ഞ ലാസ്റ്റത്തെ എന്താ എഴുതേക്കണം? ബൈ ആഡിങ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പേഴ്സ് വി ഗെറ്റ്. അപ്പൊ ആഡിങ് ഫസ്റ്റ് എന്താ? എക്സ് പ്ലസ് ആൻഡ് തേർഡ് നമ്പർ ഇസഡ് ഈസ് ഈക്വൽ ടു 0യാ? 2നെ ഇപ്പുറത്തോട്ട് എടുക്കുക, എന്നിട്ട് 3 ഇക്വേഷൻസ് കിട്ടുമല്ലോ, എന്നിട്ട് അത് സോൾവ് ചെയ്യാം കേട്ടാ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ്, ഇത് തേർഡ് എങ്ങനെ ആക്കി എഴുതാം നമുക്ക്? എക്സ് പ്ലസ് എക്സ് മൈനസ് 2y പ്ലസ് ഇസഡ് ഈക്വൽ ടു 0. ഇവിടെ ഓർഡർ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇസഡ് ആദ്യം കൊണ്ട് എഴുതുന്നതൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് എഴുതണേ. Z plus ക്വസ്റ്റ്യൻ എഴുതിയെടുത്തില്ലേ നിങ്ങള്? ആരാണ് എഴുതാത്തത്? എക്സാമ്പിൾ ഉണ്ട്, അതിനകത്ത് ടെക്സ്റ്റ് ഉണ്ട്. ആ എക്സാമ്പിൾ ഇട്ട് കൊടുക്കുക. എന്താണ്? അപ്പൊ ഞങ്ങൾ ആരായിന്നാണോ ചോദിച്ചത്? നിങ്ങള് എന്താ നീ പറഞ്ഞ?
ആർക്ക് 6 മണി ആയിട്ടില്ലടാ. ആ പിന്നെ മറ്റേത് എഴുതിയായിരുന്നോ നിങ്ങള്? എക്സാം എഴുതിയായിരുന്നോ? ഏതെന്ന് ഏതെന്ന് അവനതൊന്ന് എഴുതി കഴിയട്ടേടാ, നീ അവരുടെ ടെൻഷൻ ആക്കല്ലേ. നീ ഇനി ഫ്രണ്ടിലിരുന്നോടാ, ഫ്രണ്ടിലിരുന്നോളാ. ഇൻവേഴ്സ് കണ്ടുപിടിച്ചാ 7 - 3 2 3 0 - 3 -1 3 1. 1/9 into 7 - 3 2. ഫസ്റ്റ് റോ ആണേ. 3 0 - 3 -1 3 1. 7 - 3 2. X എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എഴുതുന്നത്? ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്ക. അടച്ചു വെക്കല്ലേ. അപ്പൊ ഇത്ര ഉള്ളൂ ഈ ചാപ്റ്റർ. നറുക്കിട നമുക്ക്. ആപ്ലിക്കേഷൻ കഴിഞ്ഞോ? എടാ പതിയെ സംസാരിക്ക്. കഴിഞ്ഞാടാ? കിട്ടിയാ? 7 അത് ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് അതിന്റെ ആൻസർ. എന്താ കിട്ടി? A ഇൻവേഴ്സ് എത്ര കിട്ടി? 7 1/9 7 3 -3 ആടാ. 7 - 3 2 3 0 -3 -1 3 1. Next
1/9 മൾട്ടിപ്ലൈ ചെയ്യണേ. ചെയ്തു. എന്നിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കട്ടോ. നിങ്ങളിവിടെ ചിരികളാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം കേട്ടോ. പുതിയതാണോ? ഇപ്പൊ എടുക്കണില്ല, അടുത്ത ക്ലാസ്സിൽ. Question number 16, page number 4.5. അപ്പൊ നിങ്ങൾ ദ കോസ്റ്റ് ഓഫ് 1 kg ഓണിയൻ വീറ്റ് റൈസ് അത് XYZ ആക്കി എടുക്കുക. പിന്നെ പ്രൈസ് ആയിരിക്കണം എന്താക്കേണ്ടത് D1 D2 D3. ബാക്കിയുള്ള റിലേഷൻസ് നിങ്ങൾ തന്നെ എഴുതുക. സൊല്യൂഷൻ കണ്ടുപിടിക്കാം കേട്ടോ. 16th question. ഒച്ച ഉണ്ടാക്കല്ലേ പിള്ളേരെ, മിണ്ടല്ലേ. എക്സ്ട്രാ പെണ്ണ് എന്റെ ഇതിലൊക്കെ കളറാണ് ഉള്ളത്. ഇവിടെ എല്ലാവരുടെയും കയ്യിലില്ല. കോസ്റ്റ് ഓഫ് 1 kg ഓണിയൻ X, 1 kg wheat Y, പ്രൈസിന്റെ Z. അങ്ങനെ എങ്ങനെ വരുവാടാ? 4 kg ഓണിയൻ, 3 kg wheat, 2 kg റൈസിന്റെ പ്രൈസ് ആണ് 16. എങ്ങനെ എഴുതി ഇക്വേഷൻ പറ? 4x plus 3y equal to 60 ആണ്. 69 അല്ലേ? 60 ആണോ? ഇതിന് 69 ആണ് ടെക്സ്റ്റ്. അടുത്ത ഇക്വേഷൻ പറഞ്ഞേ, ലാസ്റ്റ് ബെഞ്ച്. അടുത്ത എന്താ പറയുക? കോസ്റ്റ് ഓഫ് 2 kg ഓണിയൻ 2x plus 4y plus 6z is equal to 90. പറയടാ സെക്കൻഡ് ബെഞ്ച്. അതെ ഇക്വേഷൻ 6x plus 2y plus 3z equal to 7. സൊല്യൂഷൻ കണ്ടുപിടിക്കട്ടോ. കഴിഞ്ഞ മാത്സ് ക്ലാസ്സിൽ എന്തായിരുന്നു നിങ്ങൾക്കപ്പോ? ഫിസിക്സ് ആയിരുന്നോ? ഫിസിക്സ് എന്തോ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞോ? സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയിട്ടുള്ളൂ. കെമിസ്ട്രി ഒക്കെ
3 to the 6 minus 6 6 was 36. എന്ത് പറ്റി? അത് സാധനം തന്നെ മൊത്തത്തിൽ. എനിക്കറിയാം. മറ്റേ ആ പ്രിന്റ് ഔട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങള് എന്ത്? ആ മെട്രിക്സിന്റെ ചാപ്റ്ററില്? ആ, കിട്ടി, കിട്ടി. അങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്ന ആ, ഇവനും അറിയില്ല കേട്ടോ. 60 50 അല്ല. ആ, 50. 50 50. എത്ര കിട്ടി? 50. Determinant 50. Okay, okay. ഞങ്ങൾക്ക് ഈ ഡിറ്റർമിനന്റ് അത് അഡ്ജോയിന്റ് എന്തോ കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്ക് പറഞ്ഞിരുന്നു. അതായത് ഇതേ മെട്രിക്സ് 4 തവണ ഇങ്ങനെ എഴുതിയിട്ട് അറ്റത്തെ എല്ലാം കട്ട് ചെയ്തത്, എന്നിട്ട് നടുക്കത്തേന്റെ എല്ലാം ഇങ്ങനെ തമ്മിൽ മൾട്ടിപ്ലൈ താഴേക്ക് ഇങ്ങനെ എഴുതാം. ആ അപ്പൊ ആണോ? ഞാൻ നോക്കട്ടെ. ആണോ? അത് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. എനിക്കറിയില്ല. എന്നിട്ട് അത് വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുണ്ടോ? അത് ഷോർട്ട് കട്ട് അഭിഷേക് തോന്നുന്നു. അങ്ങനെയാണ് Zero minus 5 10 30 0 minus 20 minus 20 10 ഇൻവേഴ്സ് കണ്ടുപിടിച്ചോ? ഇതാണ് കിട്ടിയോ?
x equal to 5, y equal to 8, z is equal to 8. ടെക്സ്റ്റ് വേണോടാ ഇനി? ഇതിന്റെ 4 തവണ ഈ മെട്രിക്സ് ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഈ അടുത്തത്തെ എല്ലാം ക്യാൻസൽ ചെയ്തോളാം. ചിലത് കണക്കൂട്ടണ്ട. എന്നിട്ട് ഓരോന്നിനെയും ഡിറ്റർമിനന്റ് കണക്കൂട്ടുന്ന പോലെ എഴുതിയിട്ട് ഇതിനൊരു സമ്മ ഉണ്ടാവും. ആ ഒരു ആൻസർ ഇവിടെ എഴുതുക. ഇങ്ങനെ ഈ സൈഡിലോട്ട് ചെയ്യുമ്പോൾ അത് താഴേക്ക് താഴേക്കായിട്ട് എഴുതും. സം എന്ന് പറയുന്നത് 6 4 ആ. സമ്മല്ല, സാധാരണ ഇപ്പൊ നമ്മള് ചെയ്യില്ല. ഇപ്പൊ ഇത് 12 - 12 ഇപ്പൊ 0. അത് ഇവിടെ കിട്ടുന്ന എന്നിട്ട് ഇത് തമ്മിലാണ്. അപ്പൊ ഇത് കിട്ടുന്ന ആൻസർ താഴേക്ക് എഴുതണം. ഓക്കെ, താഴേക്ക് താഴേക്ക് എഴുതണം. ഇങ്ങനെ കിട്ടേണ്ടത് താഴേക്ക് എഴുതണം. ഇത് താഴേക്ക്, ഇതും താഴേക്ക്. ഓരോന്നിന്റെ ഇടയ്ക്ക് എന്നിട്ട് അത് ഈ ഡിറ്റർമിനന്റ് ഡയറക്റ്റ് അതില്ലേ നിങ്ങൾക്ക് മറ്റേ അഡ്ജോയിന്റിന്റെ ഈസി മെത്തേഡ്, അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനല്ലേ? ആദ്യം തന്നിരിക്കുന്ന മെട്രിക്സ് 4 ഇതിലായിട്ട് എഴുതണം. നിനക്ക് അറിയോടാ? 4 3 2 2 4 6 6 2 3. അടുത്ത ഇത് തന്നെ എവിടെ എഴുതണം? അടുത്ത മെട്രിക്സ് ഇത് തന്നെ, ഈ ഒരു മെട്രിക്സ് തന്നെ ഇപ്പുറത്തെ സൈഡിൽ എഴുതണം. 4 3 2. ഇത് അടിയിലോട്ട് എഴുതണം. 4 പ്രാവശ്യം എഴുതണം ഇത്, ഈ മെട്രിക്സ്. ആ, അഡ്ജോയിന്റ് കാണാനുള്ള എളുപ്പവഴിയാ കേട്ടാ. ആ, മെട്രിക്സ് ഇവിടെ വരെ ഉള്ളൂ കേട്ടാ. അടിയിലും അങ്ങനെ തന്നെ. 2 നമ്മുടെ സൈഡിലത്തെ എലമെന്റ്സ് എല്ലാം കൺസിഡർ ചെയ്യണ്ട. അപ്പൊ അതെന്ത് ചെയ്യണം? അടിയിലത്തെ ഇല്ലേ അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം. എന്നിട്ട് 6 × 4 മൈനസ് 4 × 3 മൈനസ് 6 × 2 എത്ര കിട്ടും? 0. ആ 0 ഇവിടെ എഴുതണം കേട്ടോ. അടുത്തത് ഇത് തമ്മില് 6 × 6 മൈനസ് 3 × 6 എത്ര കിട്ടും? ആ 13 അവിടെ താഴെ എഴുതണം കേട്ടോ. അടുത്തത് താഴെ വരും, -20. അങ്ങനെ കേട്ടാ, മനസ്സിലായ? ചെയ്തോളാം, നിങ്ങൾ എഴുതി വെക്കോടാ ബുക്കില്. കൺസിഡർ ചെയ്യണ്ട കേട്ടാ. ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സൈഡിലോട്ട് മാറ്റിയിട്ടിട്ട് ചെയ്യണേ, ഹാൻഡ് ഷീറ്റിലോട്ട് കയറ്റരുത്. എന്നിട്ട് നിങ്ങൾ മാർജിൻ ഉണ്ടാവുമല്ലോ ഫൈനൽ ആൻസർ. ഏത്? അത് ഇത് തമ്മില് ഇത് കേട്ടാ. ഇനി അരുന്ധതി എക്സാം ആയിരിക്കും കേട്ടോ. ഏതാണ് നിങ്ങൾ പഠിച്ചായിരുന്ന നിങ്ങളുടെ ബുക്ക് എവിടെ? ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളല്ലേ? നീയോ? മറ്റേനെന്താ ബുദ്ധിമുട്ട്? അത് എളുപ്പമല്ലേ?
ഞാൻ ഇവിടെ വന്നപ്പോഴാ കേൾക്കണേ എന്നാ. അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അല്ല ഫസ്റ്റ് അതെന്തായിരുന്നു? രണ്ടാമത്തെ it is unique എന്ന്. ഇത് നമ്മൾ ഒരു സെക്ഷൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ എടുത്തില്ലല്ലോ. ഒന്ന് പറഞ്ഞു കേട്ട്. അതോടെ കഴിഞ്ഞ ചാപ്റ്റർ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അത് നമ്മൾ ആ സെക്ഷൻ വിട്ടായിട്ടുണ്ടായിരുന്നു. അതെ, പുതിയ ടെക്സ്റ്റിൽ അത് വേറെ എവിടെയോ കിടക്കണം, പഴയതിലും വേറെ എവിടെ ഒരു ചെറിയ സെക്ഷൻ. ഇനി നമ്മൾക്ക് കഴിഞ്ഞ ഇത് അതോട് കഴിയുമ്പോഴത്തേക്കും സമയമാകും. നിങ്ങൾ ഈ മെത്തേഡ് ചെയ്ത് നോക്കട്ടെ, അപ്പൊ സമയം പോലല്ലോ. ഒരു ട്രയാങ്കിളിന്റെ വെർട്ടീസസ് നോക്കിക്കേ, x1 y1 x2 y2 x3 y3 ആണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത്? യൂസിങ് മെട്രിക്സ് ഡിറ്റർമിനന്റ് ആയിട്ട്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കണം എന്തോ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ വെർട്ടീസസ് എന്ന് പറയാറില്ലേ നിങ്ങള്? ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെൽറ്റ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 x1 x2 x3 y1 y2 y3 1 1 1. അത് എഴുതി വെച്ചോ കേട്ടോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എഴുതിട്ട് എഴുതിയാൽ മതി. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാലോ. Okay, find the area of the triangle whose vertices are 3 8 minus 4 2 5 1. Five one, eh? Five one. हाँ എടാ നിന്റെ ടെക്സ്റ്റ് വന്നേടാ. Area 83/2. 83 61/2. Okay. Area. 61/2. 27 ആ?
Answer 61/2. 1/2. ഇനി ചിലപ്പോ നമുക്ക് ഇതിന്റെ അകത്ത് ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ വരും. ഇവിടെ ചിലപ്പോ കെ തന്നിട്ട് അപ്പൊ യൂസിങ് ഡിറ്റം, പക്ഷെ അതിന്റെ ഏരിയ തന്നിട്ടുണ്ടാവും അവര്. അപ്പൊ ഈക്വൽ ടു ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. ഇനി ഒരെണ്ണോട് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ്. വേണ്ടത്ര മതി. അപ്പൊ മറ്റേത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കുറച്ച് പ്രോബ്ലം കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇത് പഠിച്ചിട്ട് വരണം കേട്ടോ. അത് ചെയ്യാണ്ട് അടുത്ത ഒരെണ്ണം ചെയ്താ അടുത്ത പ്രാവശ്യം വരുമ്പോ ചെയ്യണം കേട്ടോ. ഇനിയും ചെയ്യണം. നീ യുണീക്നെസ് ഇൻവേഴ്സ് ചെയ്തായിരുന്നു. മറ്റേ സെക്കൻഡ് ചെയ്താൽ മതി അടുത്ത് വരുമ്പോ. രണ്ടാമത്തെ ബുക്ക് കൊണ്ടുവന്നേ.